ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്ത്രീകളെ അധികാരമേൽപ്പിച്ച ഒരു ജനതയും വിജയിക്കുകയില്ല എന്ന ഹദീസിനെ പറ്റിയുള്ള വിവാദമാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. നബിയുടെ കാലത്ത് പേർഷ്യൻ നാടുകൾ ഭരിച്ചത് കിസ്റ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരായിരുന്നു. അവരുടെ അവസാന നാളുകളിൽ രാജാവിന്റെ മകളായിരുന്നു രാജ്ഞിയായി ഭരണം നടത്തിയത്. അവരുടെ കഴിവുകേടും കാര്യപ്രാപ്തി ഇല്ലായ്മയും കാരണം സാമൂഹ്യ സദാചാര ഭരണരംഗങ്ങളിൽ വലിയ അരാജകത്വവും അധപ്പതനവും അന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. റസൂലുള്ളാഹിയിൽ നിന്ന് വരുന്ന എല്ലാ ഹദീസുകളും വഹയിന്റെ ഭാഗമാവണം എന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹ, ദിവ്യബോധനമായുള്ള വഹയ് മാത്രമാണ് അത് എന്നത് ഖുർആനെ പറ്റിയാണ് സൂറത്തുൻ നജ്മിൽ അല്ലാഹു പറയുന്നത്. അദൃശ്യ ജ്ഞാനങ്ങൾ, ഖുർആന്റെ വിവരണം, അതുപോലെ മതപരമായ വിധിവിലക്കുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ റസൂലുള്ളാഹി നടത്തുന്ന സംസാരം പൂർണ്ണമായും ശരി തന്നെയാണ്. കാരണം അത് അല്ലാഹുവിൽ നിന്നുള്ള വഹയിന്റെ ഭാഗമായിരിക്കും. എന്നാൽ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കും റസൂൽ പലതിലും ഇടപെട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. വയറിന് അസുഖം വന്ന ഒരാളുടെ സഹോദരൻ നബിയെ സമീപിച്ചപ്പോൾ രോഗിക്ക് തേൻ കൊടുക്കാൻ പറഞ്ഞു. വീണ്ടും വീണ്ടും കൊടുക്കാൻ പറഞ്ഞു. അവസാനം രോഗി സുഖം പ്രാപിച്ചു. ഇവിടെ തേനിന്റെ ഔഷധ ഗുണം നാം നിഷേധിക്കുന്നില്ല. ഖുർആനും അതെടുത്തു പറഞ്ഞ കാര്യമാണ്. എന്നിരുന്നാലും വയറിന് അസുഖമായ ഒരാൾ ഇന്ന് ഡോക്ടറെ കണ്ട് ആധുനിക സംവിധാനത്തിലുള്ള രോഗനിർണയം നടത്തി ചികിത്സ സ്വീകരിച്ചാൽ ഈ ഹദീസിന് വിരുദ്ധമാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ ചികിത്സ സ്വീകരിക്കുന്നത് മതനിഷേധവുമായി തീരുന്നില്ല. ഇപ്രകാരം തന്നെയാണ് ഈത്തപ്പന പരാഗണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സംസാരവും ഇടപെടലുകളും. സമാനമായ തരത്തിൽ തന്നെയാണ് സ്ത്രീ നേതൃത്വത്തെപ്പറ്റിയുള്ള ഈ വാക്കുകളെയും നാം കാണേണ്ടത്. അവയൊന്നും ശറഇന്റെയോ ശരീഅത്തിന്റെയോ ഭാഗമായിട്ട് നാം വ്യാഖ്യാനിക്കേണ്ടതില്ല. മറ്റൊന്നുള്ളത് ലൻ യുഫ്ലിഹ എന്നതിലെ ഫലാഹ് കൊണ്ട് യഥാർത്ഥത്തിലുള്ള പാരത്രിക വിജയമാണ് കുറിക്കുന്നത് എന്നും അന്നത്തെ പേർഷ്യൻ രാജാവും രാജ്ഞിയും സമൂഹവുമൊക്കെ അവിശ്വാസികളായതിനാൽ അവർക്ക് പരലോകത്ത് ആ വിജയം ലഭിക്കില്ല എന്നുമാണ് അർത്ഥമെന്ന് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. മുസ്ലിമായ ഒരു സ്ത്രീ, വളരെ ഭക്തയായ ഒരു സ്ത്രീ ഉത്കൃഷ്ടമായി ഭരണം നടത്തി സമൂഹത്തെ നേർവഴിക്ക് നയിച്ചാൽ അവരും പരലോകത്ത് വിജയിക്കുകയില്ലേ എന്ന ഒരു മറുചോദ്യം ഈ വ്യാഖ്യാനത്തിന് മുമ്പിൽ ഉയരുന്നുണ്ട്. ഈ നബിവചനം മതത്തിന്റെ വിധിയാണെന്ന് വെച്ചാൽ രാജ്യഭരണം മാത്രമല്ല, നേതൃസ്ഥാനത്ത് ഒരു സ്ഥലത്തും സ്ത്രീ വരാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം വരിക. സ്കൂളിലും കോളേജുകളിലും പ്രിൻസിപ്പൽമാരാവാനും അതുപോലെ സ്ഥാപനത്തിന്റെ മാനേജർ തുടങ്ങിയ കീ പോസ്റ്റ് കൈകാര്യം ചെയ്യുവാനുമൊന്നും സ്ത്രീക്ക് അർഹതയില്ല എന്നാണ് വരുന്നത്. അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധ വായന മതവിധികളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സ്വഹാബി വനിതകളിൽ പലരും പല സന്ദർഭങ്ങളിലും നേതൃപരമായ ഇടപെടലുകൾ അന്ന് നടത്തിയിട്ടുണ്ട്. സബഅ് വംശത്തിലെ രാജ്ഞിയുടെ കഥ ഖുർആൻ തന്നെയും എടുത്ത് വിവരിക്കുന്നുമുണ്ട്. ഭരണരംഗത്ത് സ്ത്രീക്ക് നേടാൻ കഴിയുന്ന ഔന്നത്യത്തിന്റെ ഉദാഹരണമായാണ്
അവരെ ഖുർആൻ എടുത്തു കാണിക്കുന്നത്. നയരൂപീകരണം, സത്യധർമ്മങ്ങളോടുള്ള കടപ്പാട്, കാര്യപ്രാപ്തി തുടങ്ങിയ അവരുടെ കഴിവുകൾ ഖുർആൻ എടുത്തു പറയുന്നുമുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ നബിവചനത്തെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് സ്ത്രീ നേതൃത്വത്തിന്റെ നേരെയുള്ള മതസമീപനമാകുന്നു അത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നാണ് മനസ്സിലാവുന്നത്. വല്ലാഹു അലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്ത്രീകളെ അധികാരമേൽപ്പിച്ച ഒരു ജനതയും വിജയിക്കുകയില്ല എന്ന ഹദീസിനെ പറ്റിയുള്ള വിവാദമാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. നബിയുടെ കാലത്ത് പേർഷ്യൻ നാടുകൾ ഭരിച്ചത് കിസ്റ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരായിരുന്നു. അവരുടെ അവസാന നാളുകളിൽ രാജാവിന്റെ മകളായിരുന്നു രാജ്ഞിയായി ഭരണം നടത്തിയത്. അവരുടെ കഴിവുകേടും കാര്യപ്രാപ്തി ഇല്ലായ്മയും കാരണം സാമൂഹ്യ സദാചാര ഭരണരംഗങ്ങളിൽ വലിയ അരാജകത്വവും അധപ്പതനവും അന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. റസൂലുള്ളാഹിയിൽ നിന്ന് വരുന്ന എല്ലാ ഹദീസുകളും വഹയിന്റെ ഭാഗമാവണം എന്നില്ല. ഇൻഹുവ ഇല്ലാ വഹയുൻ യൂഹ, ദിവ്യബോധനമായുള്ള വഹയ്യ് മാത്രമാണ് അത് എന്നത് ഖുർആനെ പറ്റിയാണ് സൂറത്തുൻ നജ്മിൽ അല്ലാഹു പറയുന്നത്. അദൃശ്യ ജ്ഞാനങ്ങൾ, ഖുർആന്റെ വിവരണം, അതുപോലെ മതപരമായ വിധിവിലക്കുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ റസൂലുള്ള നടത്തുന്ന സംസാരം പൂർണ്ണമായും ശരി തന്നെയാണ്. കാരണം അത് അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ ഭാഗമായിരിക്കും. എന്നാൽ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കും റസൂൽ പലതിലും ഇടപെട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. വയറിന് അസുഖം വന്ന ഒരാളുടെ സഹോദരൻ നബിയെ സമീപിച്ചപ്പോൾ രോഗിക്ക് തേൻ കൊടുക്കാൻ പറഞ്ഞു. വീണ്ടും വീണ്ടും കൊടുക്കാൻ പറഞ്ഞു. അവസാനം രോഗി സുഖം പ്രാപിച്ചു. ഇവിടെ തേനിന്റെ ഔഷധ ഗുണം നാം നിഷേധിക്കുന്നില്ല. ഖുർആനും അതെടുത്തു പറഞ്ഞ കാര്യമാണ്. എന്നിരുന്നാലും വയറിന് അസുഖമായ ഒരാൾ ഇന്ന് ഡോക്ടറെ കണ്ട് ആധുനിക സംവിധാനത്തിലുള്ള രോഗനിർണയം നടത്തി ചികിത്സ സ്വീകരിച്ചാൽ ഈ ഹദീസിന് വിരുദ്ധമാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ ചികിത്സ സ്വീകരിക്കുന്നത് മതനിഷേധവുമായി തീരുന്നില്ല. ഇപ്രകാരം തന്നെയാണ് ഈത്തപ്പന പരാഗണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സംസാരവും ഇടപെടലുകളും. സമാനമായ തരത്തിൽ തന്നെയാണ് സ്ത്രീ നേതൃത്വത്തെ പറ്റിയുള്ള ഈ വാക്കുകളെയും നാം കാണേണ്ടത്. അവയൊന്നും ശറഇന്റെയോ ശരീഅത്തിന്റെയോ ഭാഗമായിട്ട് നാം വ്യാഖ്യാനിക്കേണ്ടതില്ല. മറ്റൊന്നുള്ളത് ലൻ യുഫ്ലിഹ എന്നതിലെ ഫലാഹ് കൊണ്ട് യഥാർത്ഥത്തിലുള്ള പാരത്രിക വിജയമാണ് കുറിക്കുന്നത് എന്നും